ലോകത്തും വിസ്തൃതമായ നാട്യരംഗത്തെ സ്മരിച്ചിട്ട് നാട്യപ്രവീണനും അതുലനും മംഗളകാരിയുമായ പരമേശ്വരനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് സ്വസ്ത്രരത്നങ്ങളെ കൊണ്ട് ഗുരുവര വിഷയമായ അർച്ചനയെ ചെയ്തിട്ട് രംഗനാഥന്മാരായ ഗൃഹേന്ദ്രന്മാരെ നമിച്ചുകൊണ്ട് പൂരക്കളിക്കൊരുങ്ങുന്ന ഞാൻ മേടൻ രാശിയിലൂടെ രംഗപ്രവേശം ചെയ്യുന്നു. ഇവിടെ മേടൻ രാശി എടുക്കാൻ കാരണം പൂരക്കളിയിൽ മേടൻ രാശിയും കന്നിരാശിയും ഇടവൻ രാശിയാണ് എടുക്കുക. ഇവിടെ ഞാനിവിടെ കണക്കൂട്ടുന്നത് പൂരക്കളിക്ക് ഈ രംഗപ്രവേശം ചെയ്യുന്നത് മേടൻ രാശിയാണ് അത്യുത്തമം എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മേടൻ രാശി ഇവിടെ എടുക്കാൻ കാരണം. അപ്പൊ ഈ പന്തലിന് രാശി കൽപ്പിക്കാനുണ്ട്. ഈ രാശി എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്, എങ്ങനെ കൽപ്പിച്ചത്, എന്താണ് മേടൻ രാശി എടുക്കാൻ കാരണമെന്നല്ലോ അതെല്ലാം അർത്ഥകളിലേ കൊണ്ടു. തൽക്കാലം നമുക്ക് ഇതിനപ്പുറം പറയണമെങ്കിൽ പറയണം.